ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന സമയത്ത് ജീവിക്കാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ നെട്ടോട്ട പരക്കം പാച്ചിലിൻ്റെ ഇടയിലുള്ള കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ നമുക്ക് ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അൺകണ്ടീഷണലി നിങ്ങളുടെ ആ ഒരു സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ചെയ്ത എല്ലാവർക്കും, കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹമുണ്ട്. രാവിലെ ഞാൻ കുളിക്കുന്നതിനോടൊപ്പം തന്നെ ചുച്ചുകുട്ടീനെയും അയച്ചനെയും മിച്ചലൂനെയും ഒക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അതേ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസമായതുകൊണ്ട് കാല് വേദന ഉണ്ട്, അറിയാതിരിക്കാനും വേണ്ടിയിട്ട് ഇതൊന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മേലെയും താഴെയും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങണം, കുറേ സാധനങ്ങൾ മേലേക്ക് കടത്താനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ കാല് വേദന നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരു ഡിപ്രഷൻ അടിക്കുമായിരിക്കും. അയ്യോ എനിക്ക് സുഖമില്ലല്ലോ, എനിക്ക് വയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതറിയാതിരിക്കാനും വേണ്ടിയിട്ട് കാലിൽ ഇത് കെട്ടിയിരിക്കുകയാണ്. പിന്നെ അതേ ഇച്ചു ബേബി അവരിനെ TV ഇട്ട് കൊടുത്തിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ, എപ്പോഴാണ് സെയിൽ ചെയ്യുകയെന്ന് ചോദിക്കുന്ന പോലെ. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എനിക്ക് ഒരു ഫങ്ഷൻ ഉണ്ട്, എൻ്റെ ചാച്ചാൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ ഒരു പരിപാടി ഉണ്ട്. ഫസ്റ്റ് അവരെന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിഗണിച്ചവിടെ നമുക്ക് പോകണമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോയും അപ്ലോഡ് ചെയ്തതിന് ശേഷം കുട്ടികളെയും കൂട്ടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കണു. ഒന്നോ ബസ്സിൽ പോവും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടോ പിടിച്ചിട്ട് പോവും. ഇവിടെ കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ താഴേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹയാൻകുട്ടനെ ഹെൽപ്പിനും വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഹയാൻകുട്ടൻ വിളിച്ചുടനെ പെട്ടെന്ന് വരില്ല, കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് ലേസിയൊക്കെ ആയിട്ട് പിന്നെ വരും, പക്ഷേ ചെയ്തു തരും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ആ ബോക്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്തി കാര്യങ്ങൾ എടുക്കുകയാണ്. പിന്നെ ഈ ഒരു കത്തിയും നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പറയുന്നതിനൊപ്പം എനിക്ക് ഓക്കെ അത് വേണ്ട, വേറൊരു കാര്യം പറയാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം എൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ്, അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഓരോ ഷെയറും. ഒരുപാട് വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും വീക്കായിട്ടുള്ള ഡൗൺ ആയിട്ടുള്ള ഒരുപാട് സമയമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫിനാൻഷ്യലി നമുക്ക് എന്താ പറയുക, ശരിക്കും ഞാൻ എനിക്കറിയില്ല എങ്ങനെ പറയണമെന്നുള്ളത്. ഭയങ്കര, അതായത് എല്ലാം കൊണ്ടും ലോക്കായി പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഓൺലൈൻ സെയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്തായാലും ഇന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുകളിൽ ഈ ഒരു റൂമാണ് എൻ്റെ ഈ ഒരു സ്റ്റോക്കൊക്കെ വെക്കാനും വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ റൂമിൽ തന്നെ അതിൻ്റെ മുകളിലും ഈ റൂമിൽ നിന്ന് തന്നെ കയറി പോകുന്ന പോലെ ഒരു അപ്സ്റ്റെയറും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് താഴെ ഭാഗത്ത് സ്റ്റോക്ക് എല്ലാം വെക്കാം, മുകളിൽ വന്നിട്ട് കുട്ടികളുണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവർ ഇരുന്ന് ഓർഡർ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇനീഷ്യലി ഇപ്പോൾ ഓർഡർ എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ ആണ് പറ്റുന്നത്. പക്ഷേ അടുത്ത് തന്നെ ഞാൻ പെട്ടെന്നൊരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം മാനുവലി നമ്മൾ ഈ ഓർഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓർഡറൊക്കെ കുറച്ച് കുറവായിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നല്ലേ നാളെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഡെയിലി വീഡിയോ ആണല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. സത്യം തന്നെയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ഡെയിലി വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് നിലനിൽക്കണമല്ലോ, എൻ്റെ മക്കളെയും വെച്ചിട്ട് എൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടം തന്നെയാണ് ഈ വീഡിയോസ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ എത്രയോ പേര് നിലനിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മൾ കണ്ടിട്ടില്ലേ, മക്കളെയും കൊണ്ട് ഓരോന്ന് ചെയ്യുന്നതും, അവിടെ എടുത്ത് ചാടി ഇവിടെ എടുത്ത് ചാടി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയോ? ഈ ഭൂമിയിലുള്ള പലരും അവരെ ജീവിക്കാൻ സമ്മതിക്കാത്തിടത്തോളം അത്രയും ടോർച്ചർ ചെയ്യും ഈ സമൂഹത്തിലേക്ക്
ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോരാടി മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നാവ് കൊണ്ട് കൊല ചെയ്യും, നോട്ടം കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന എത്രയോ പേർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. നമുക്കും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം, പോരാടണം, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണം എന്ന് തോന്നിയേക്കാം എന്നുള്ളൊരു നീയത്തും കൂടെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരെയും വായിൻ്റെ ഉള്ളിലുള്ളതും ഞാൻ ചിലപ്പോൾ കേൾക്കേണ്ടി വരുന്നതും കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എവിടെന്നോ അതായത് അമേരിക്കയിൽ നിന്ന് ആരോ നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ എനിക്ക് ഈ ഒരു പേയ്മെൻറ്റ് തരുന്നത് പോലും പറ്റാത്ത ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവളുടെ വീഡിയോ കാണരുത്, ഇവൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത്, ഇവൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാരണം പൈസ കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് എത്രയോ ഡാൻസും പാട്ടും ആട്ടവും ഒക്കെ വീഡിയോസ് കണ്ടാലും ഒരു ഫാമിലി എങ്ങാനും നന്നായി പോയാലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലുപരി നമ്മളെ കാരണം കൊണ്ട് ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട്, നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്തെങ്കിലും കൊണ്ടൊരു സപ്പോർട്ട് ആയിക്കോട്ടെ, അതൊരു നന്മ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് എൻ്റെ ഹൃദയം തുറന്ന നന്ദിയാണ് കേട്ടോ പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലൊരു ഉദ്ദേശം, നിങ്ങളിൽ ഒരുപാട് സ്ത്രീകൾക്ക് നമുക്കും ജീവിക്കാൻ പറ്റും, നമുക്കും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയും കൂടി ഇതിലൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ പൈസ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട്, അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫോം ആവുന്ന ആ നിമിഷം തൊട്ടിട്ട് അത് പോസിറ്റീവാണെന്ന് അറിയണമെങ്കിൽ ഒരു 60 രൂപ അല്ലെങ്കിൽ 150 രൂപയുടെ കാർഡ് നമുക്ക് വാങ്ങി നോക്കണം അല്ലേ. അപ്പം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ചിലവ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ മരിച്ച് നമ്മളെ ഖബറിലേക്ക് കൊണ്ട് വെക്കുന്നവരെയും നമുക്ക് ചിലവുണ്ട് ഓരോ മനുഷ്യനും. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കൽ മോശമായിട്ട് കരുതരുത്. ഒരാണ് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര അഭിമാനത്തോടെയും ഭയങ്കര സംഭവമായിട്ട് പറയും. അതേസമയം ഒരു പെണ്ണ് തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അവൾ മോശപ്പെട്ട സ്ത്രീയാണ്, അവൾ ഭയങ്കര പൈസയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നുള്ള മോശമായിട്ടുള്ള വേർഡ്സൊക്കെ ഈ സമൂഹം പറയും. ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടി പറയുന്ന കാര്യമായിട്ട് കൂട്ടാക്കുക വേണ്ട. ഞാൻ ഈ ബിസിനസ് ഇന്നും ഇന്നലെയും ഒന്നും ചെയ്യാൻ തുടങ്ങിയതല്ല. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പും ബൊട്ടിക്ക് കാര്യങ്ങൾ, സ്റ്റിച്ചിങ് യൂണിറ്റ് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അതായത് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നു. ഇത് വെറും ഒരു കമൻറ്റ് റിയാക്ഷനായിട്ട് നിങ്ങൾ കാണരുത്. ജനങ്ങൾക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള അവരുടെ ഒരു ചിന്താഗതി ആണ്. അതായത് ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഒരാണാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയണില്ലേ, അതിനെയാണ് ഞാൻ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണ് ഞാൻ എൻ്റെ ഫാമിലീനെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് താഴ്ത്തിക്കെട്ടുന്നു എന്നൊക്കെ പറയും. അതേസമയം എത്ര ആണുങ്ങൾ വീട്ടിൽ പറയും, നിങ്ങൾ അനുഭവമുള്ള സ്ത്രീകൾ തന്നെ കമൻറ്റ് ചെയ്ത്, ഞാൻ നയിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ കുടുംബം നോക്കുന്നത്, നല്ല അണ്ണാക്കിൽ കുത്തിത്തിരികി ഇരുന്ന് തിന്നണില്ലേ, ഒരു ജോലിയും ചെയ്യാതെ എൻ്റെ അധ്വാനത്തിൽ എന്നൊക്കെ പറയണതൊക്കെ ഒരു അഭിമാനവും. അതേസമയം ഒരു സ്ത്രീ പറയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് എൻ്റെ ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ടും പറയും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇതും ഞാൻ പറയുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനിതൊന്നും സംസാരിക്കുന്നത്. ഒരുപാട് പേര് ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഓരോ വാക്കുകളും പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മറ്റുള്ളവരുടെ ചെലവിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഇതെല്ലാം ഒരു കഥയോ അല്ലെങ്കിൽ ഞാൻ റീച്ചിന് വേണ്ടി പറയുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷേ ഇതുപോലെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ സ്ത്രീകൾക്കും അത് അവരനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അവസ്ഥ മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ഉണ്ട് എന്ന് തോന്നുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോൻ്റെ റീച്ചിന് കാരണം. അല്ലാതെ നിങ്ങൾ താല്പര്യമില്ലാതെ എന്നെ കുറ്റം പറയാൻ വേണ്ടി വന്ന് കാണുന്നവരുടെ അല്ല. തങ്ങൾക്കും തങ്ങൾ അനുഭവിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും ഭൂമിയിലുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു സംഭവമാണ് എൻ്റെ വീഡിയോൻ്റെ റീച്ച് കേട്ടോ. അതുപോലെയില്ലേ, പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അവൾ മോശമാണ്, അല്ലെങ്കിൽ പൈസൻ്റെ അഹങ്കാരമാണ് എന്ന് പറയണത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇവർ ആണുങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ കയ്യിൽ
പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് പവർ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ വെറും വേസ്റ്റാണ്. ബാക്കിയുള്ളവരുടെ എല്ലാ കൊള്ളരുതായ്മയും കാണിക്കാനും അവളെ അടിമപ്പെടുത്താനും പറ്റുന്നത് എപ്പോഴാണെന്നറിയോ? ഇവൾക്കും ഇവളുടെ മക്കൾക്കും ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പൈസ വേണം. ആ പൈസ ഇല്ലാതിരുന്നെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദ്രോഹിക്കുന്ന സമയത്ത് ഇവരെല്ലാം സഹിച്ചിരിക്കും. എനിക്ക് ഇറങ്ങിപ്പോകാൻ ഒരിടമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എൻ്റെ മക്കൾ പട്ടിണിയാവും, അതുകൊണ്ട് ഇതെല്ലാം ഞാൻ സഹിച്ചേ മതിയാവുള്ളൂ എന്നുള്ള ആ ഒരു ഇതിൽ വരും. അതേസമയം അവൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം കുറേ കൊല്ലമൊക്കെ ഇവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തനിക്ക് ജീവിക്കാൻ സർവൈവ് ചെയ്ത് പോകാൻ ഈ ഭൂമിയിൽ തൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ അവൾ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. അതിനെയാണ് ഈ പറഞ്ഞത്, പെണ്ണിൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവൾ വഴിപഴിച്ച് പോകും എന്നുള്ളതൊക്കെ. നിങ്ങളതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ആ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ കൈത്തൊഴിലോ ഒക്കെ നേടി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് അവകാശമാണ് കേട്ടോ. നിങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് നിങ്ങളൊക്കെ അടിമകളാക്കി വെക്കാനും വേണ്ടിയിട്ട് പറയുന്നൊരു വാക്കാണ് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ പാവം എന്നുള്ള പേര്. ഈ പാവം എന്നുള്ള പേര് ആക്ച്വലി നമ്മളെ തളച്ചിടാനും വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഇവരുടെ ഒരു ആയുധമാണ് കേട്ടോ. ഈ ഒരു ലൂപ്പിൽ പെട്ടെടുക്കുന്ന കുറച്ച് സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അവരൊക്കെ ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ അവർക്കൊരു സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, ഭർത്താവിനൊരു സപ്പോർട്ട് ആവണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെയുള്ളവർക്ക് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഈ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ രക്ഷപ്പെടാൻ ആർക്കെങ്കിലും ഒരു അവസരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ലഞ്ച് ബോക്സ് നമ്മുടെ ന്യൂ ഐറ്റം ആണ് കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സാപ്പ് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ മെസ്സേജ് നോക്കാൻ ഡിലേ വരാം, കാരണം സ്റ്റാഫ് ഇപ്പോൾ ലീവാണ്. അവരെ വീണ്ടും വിളിച്ച് വരുത്തി എല്ലാം ചെയ്യണം. കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ചാണ്, കാരണം എനിക്ക് സാലറി കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് ലീവ് എടുപ്പിച്ചാണ്. ഫിനാൻഷ്യലി ഞാൻ ശരിക്കും സ്റ്റക്കായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിന്നും പിടിച്ചു കയറാനുള്ള എൻ്റെ ഒരു നെട്ടോട്ടമാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും കേട്ടോ. അപ്പോൾ എന്നെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കുറച്ചിങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ട്, അതിന് ഓർഡേഴ്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനൊരു പുതിയൊരു കാര്യം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്തായാലും ഓൺലൈനായിട്ട് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഓർഡർ കിട്ടുന്ന രീതിയിൽ, അതായത് ഇവരുടെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ചെക്ക് ചെയ്ത് നോക്കി, അവരെനിക്ക് അയച്ചു തരും, ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ തന്നെ ഓർഡർ എടുക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പ്രൊഡക്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെയ്യ് ഉണ്ടാക്കുന്ന ഒരാൾക്കാരുണ്ട്, അവരിൽ നിന്നും നമ്മൾ നെയ്യ് വാങ്ങി ചെക്ക് ചെയ്തെല്ലാം നല്ലതാണോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെറിയൊരു കമ്മീഷൻ അതിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നും ഓർഡർ എടുക്കുക. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്റ്റാഫ് അതിനുള്ള ഓർഡർ കാര്യങ്ങൾ എടുക്കും. ഈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ലേഡീസിന് അയച്ചു കൊടുക്കുന്നു. അവർ നേരിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നു. അതിന് ശേഷം അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്ന പോലെ. കാരണം ഇതിൻ്റെ ഇടയിൽ ആരെയും പറ്റിക്കാത്ത ഒരു അവസ്ഥ ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഒരു പുതിയ സംഭവം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം. കാരണം നമ്മളിലൂടെ, അതായത് നമ്മളൊരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് അതിലുണ്ടാവും. ഒരുപാട് കുടുംബത്തിലെ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം നമ്മളിലൂടെ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഞാനിതിൽ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റ് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സെയിൽ ചെയ്യുന്ന ലേഡീസിനാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നമ്മളുടെ ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയാവാം. ഓക്കെ. പിന്നെ വാട്സാപ്പിലൂടെ പ്രൊഡക്റ്റ് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സമയം കളയരുത്. നമ്മൾ സാലറി കൊടുത്ത് പെൺകുട്ടികളെ വെച്ചിരിക്കുന്നത് ഓർഡർ എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയം പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുന്നത് കേട്ടോ.
നിങ്ങൾ സ്നേഹത്തോടെ ആയിരിക്കും പല കാര്യങ്ങൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നതും. പക്ഷെ അവിടെ ആ ഒരു ബിസിനസ്സിൻ്റെ ടൈമിൽ നമുക്കത് വലിയൊരു ലോസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത്. ഇതെല്ലാം തന്നെ പുതിയ മോഡലാണ്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ചിലപ്പോൾ വില കുറവിലൊക്കെ കണ്ടേക്കാം. ഇതിൽ കുറേ സംഭവമുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ 304 ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഈ സാധനങ്ങൾ നല്ല വില കൂടുതലും അതേപോലെ വില കുറവുള്ളതും കിട്ടും. ഏറ്റവും ലോ ക്വാളിറ്റി നിങ്ങൾക്ക് ലോ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും കുറവുള്ളത് ചിലപ്പോൾ വേറെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കിട്ടിയേക്കാം. ഞാനിതിൽ ആക്ച്വലി വലിയ ലാഭം കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ചെറിയ ലാഭം എടുത്തിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റാഫിന് കൊടുക്കണം, അതേപോലെ നമ്മുടെ ഈ ഒരു വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു വിഹിതം നമ്മൾ നമ്മുടെ ചാരിറ്റിയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലാഭത്തോടെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഞാൻ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വാങ്ങി എത്രയോ കൊല്ലങ്ങൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സെയിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളാണ്. ഇപ്രാവശ്യം കുറച്ച് ന്യൂ മോഡൽസും കൂടെ ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ന്യൂ മോഡലാണ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഈ ലീക്ക് പ്രൂഫാണ്. കാരണം ഓരോന്നിലും സെപ്പറേറ്റ് വാഷർ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്പില്ലാവുക അല്ലെങ്കിൽ മിക്സ് ആവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഓർഡർ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് വേണം എനിക്കിനിപ്പോൾ അടുത്ത സംഭവങ്ങൾ ഇറക്കാനും വേണ്ടിയിട്ട്. പിന്നല്ലേ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്. ഒരാളുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭർത്താവിനെ പരിഗണിക്കാത്ത നീ ഒരു നല്ല സ്ത്രീയല്ല എന്ന രീതിക്ക്. ഞാൻ പരിഗണിക്കാത്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ വിവാഹ ജീവിതം 19 കൊല്ലമായി. അതറിയോ നിങ്ങൾക്ക്? ഇതിലെവിടെയാണ് നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഞാൻ ആരെങ്കിലും പരിഗണിക്കാത്തത് കണ്ടത്? ഒന്നുമില്ലാതിരുന്ന കാലത്തിൽ എൻ്റെ കയ്യിലും കഴുത്തിലും കിടന്ന എല്ലാ സംഭവങ്ങളും ഊരിക്കൊടുത്ത് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ ആക്കി ഇത്രയും കൊല്ലം കൂടെ നിന്ന് 5 മക്കളെ പ്രസവിച്ച് അവരെയും സംരക്ഷിച്ച് അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പഠനം കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഫുൾ ടൈം അവർക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി നിൽക്കുന്ന ഞാൻ നല്ല സ്ത്രീയല്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, എഫേർട്ട് ഇടുന്നു. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ നമ്മൾ നല്ലതല്ല എന്ന് പറഞ്ഞ് കേൾക്കാനും വേണ്ടിയിട്ട് ഞാൻ നല്ലതാവുമായിരുന്നു. എപ്പോഴെന്നറിയോ, എൻ്റെ സ്വന്തം ശരീരം നോക്കി 3-4 നേരം സുഖമായിട്ട് തിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ വീട് ജപ്തിയാണെന്നും നോക്കിയിരുന്ന് അതുവരെയും വെയിറ്റ് ചെയ്ത് എൻ്റെ കാര്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ കണ്ണ്, എൻ്റെ കഴുത്ത്, എൻ്റെ കാല്, എൻ്റെ ഇടുപ്പ് ഇതൊക്കെ നോക്കിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ നല്ലൊരു സ്ത്രീ ആവാമായിരുന്നു. അതൊന്നും നോക്കാതെ ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം പരിഗണിച്ച് അവരുടെ കടങ്ങളും എൻ്റെ തലയിലെടുത്തിട്ട് അവരുടെ ബാധ്യതകളും എൻ്റെ തലയിലെടുത്തിട്ട് അവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഇത്രയും കാലം എൻ്റെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ജീവിച്ചപ്പോൾ ഞാനൊരു നല്ല സ്ത്രീയല്ല. എന്തുവാടോ നിങ്ങളൊക്കെ ഇങ്ങനെ? ഏത് കാലത്താണ് നിങ്ങളൊക്കെ നന്നാവുക? ഞാൻ ഈ പറഞ്ഞത് കൊണ്ടൊന്നും നിങ്ങളാരും നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ എങ്കിലും എപ്പോഴെങ്കിലും മലർന്ന് കടന്ന് ചിന്തിക്കുക, നമ്മൾ ഈ പറയുന്നത് ശരിയാണോ? നമ്മൾ നേരിട്ട് കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടുണ്ടോ? നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടുണ്ടോ? ജീവിതത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഇത്രയ്ക്കും ക്രൂഷ്യലായിട്ട് എടുക്കണമെങ്കിൽ അത് അത്രത്തോളം അവർ അനുഭവിച്ചിട്ടായിരിക്കില്ലേ?